ലോകത്തിലുള്ള എല്ലാവർക്കും, സർവ്വജീവജാലങ്ങൾക്കും നല്ലത് വരുത്തണേ എന്ന പ്രാർത്ഥനയോടുകൂടി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും നിലകൊള്ളുന്ന മഹാത്മാ ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. നമ്മൾ ഈ വരാനിരിക്കുന്ന ചൂടിനെ പ്രതിരോധിക്കുവാനായിക്കൊണ്ട് നമ്മളൊരു ശീലം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അധികം വൈകരുത്. നമ്മുടെ ഓരോ വീടുകളിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊരു മാറ്റങ്ങൾ വരുത്തി. ഒരുപാട് ചൂടുള്ളൊരു സമയം വരാനിരിക്കുന്നു. ആ ചൂടിനെ പ്രതിരോധിക്കുവാനായിക്കൊണ്ട് അന്നപാനീയങ്ങളിൽ നമ്മൾ കഴിക്കുന്ന അന്നപാനീയങ്ങൾ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉള്ളതും പോഷകസമ്പുഷ്ടമായിട്ടുള്ള ആഹാരങ്ങളും കഴിക്കണം. പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും അരിയാഹാരങ്ങളുടെയും അളവ് കൂട്ടുകയും മാംസാഹാരവും മത്സ്യാഹാരവും കുറയ്ക്കുകയും വേണ്ടതാകുന്നു പറയുന്നു. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മത്സ്യാഹാരം കഴിക്കുന്ന ആഹാരത്തിനോടൊപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ദിവസം മത്സ്യാഹാരം കഴിക്കുകയും മാസത്തിൽ ഒരു പ്രാവശ്യം മാംസാഹാരവും കഴിക്കുകയും അങ്ങനെയുള്ളൊരു ക്രമത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരാനിരിക്കുന്നതായിട്ടുള്ള ചൂടിൽ നിന്നും ഉണ്ടാകുന്ന കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുവാനായിക്കൊണ്ട് ഉപകരിക്കും. ഈ വരുന്ന സമയങ്ങളിൽ ഡിസംബർ മാസം ആദ്യവാരമോ പകുതിയിലോ അല്ലെങ്കിൽ അവസാന ഭാഗങ്ങളിലോ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് കഠിനമായിട്ടുള്ള രോഗങ്ങൾക്കോ അത് ശരീരത്തിൽ വ്രണങ്ങളുണ്ടാക്കുന്നതായിട്ടുള്ള അവസ്ഥയെ സൃഷ്ടിക്കുകയോ ചൂട് താങ്ങാനാകാത്തതായിട്ടുള്ള അപ്രകാരം അവസ്ഥയിൽ നിന്നുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുവാനൊക്കെ സാധ്യത ഉള്ളതായിട്ടുള്ളൊരു സന്ദർഭം വരുന്നു എന്നുള്ളത് പറയുന്നു. അപ്പോൾ ആയ സന്ദർഭത്തിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇത് കേൾക്കുന്ന പക്ഷം തന്നെ നമുക്കതിനോടായിക്കൊണ്ട് ഒരു ശ്രദ്ധ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അങ്ങനെയുള്ളൊരു ചിട്ടയിലൂടെ നമുക്ക് നേടിയെടുക്കാനായിക്കൊണ്ട് സാധിക്കും. ഒരുപാട് സമാധാനവും ശാന്തിയും നമുക്ക് കൈവരുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് മാറാനായിക്കൊണ്ട് സാധിക്കും എന്ന് പറയുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം ആണ് നമ്മുടെ ചൂടിനെയും തണുപ്പിനെയും നിയന്ത്രിക്കുന്നതും. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചൂടിനെ പ്രതിരോധിക്കാനായിക്കൊണ്ട് നമ്മളൊരു മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടം വരുന്നു. മുൻപൊന്നും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരുപാട് ചൂട് അനുഭവിക്കുമ്പോൾ അതൊക്കെ കുറേ സഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ കുറേ മറ്റും അന്നപാനീയങ്ങളല്ലാതെ കണ്ട് ഔഷധങ്ങൾ കഴിക്കുവാനായിക്കൊണ്ട് ഡോക്ടറെ സമീപിക്കുകയും ആയുർവേദ മരുന്നുകളൊക്കെ അത്തരത്തിൽ കഴിക്കുകയും ചെയ്തുകൊണ്ടുള്ള ശീലം നമ്മുടെ നാട്ടിലുണ്ട്. അതുപോരാ, നമ്മൾ കഴിക്കുന്ന ആഹാരം കൊഴുപ്പുള്ള ആഹാരം, കൂടുതൽ കട്ടിയുള്ള മത്സ്യവും മാംസവും പോലുള്ളത് നമ്മൾ ഒഴിവാക്കുകയും ഒരുപാട് കൊഴുപ്പില്ലാത്തതായിട്ടുള്ള അപ്രകാരമുള്ളൊരു കൊഴുപ്പില്ലാത്തതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. പാല്, തൈര്, മോര് ഇങ്ങനെയുള്ളത് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുകയും അത് നാടൻ ആയിട്ട് കിട്ടുന്ന പാലോ തൈരോ മോരോ കിട്ടുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും ഗുണം ചെയ്യുക. മറ്റുള്ളത് അതിൻ്റേതായിട്ടുള്ള ചില ദോഷവശങ്ങളുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് കഴിയുന്തോറും നാടനായിട്ടുള്ള പാലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പാലും അതിൽ നിന്ന് കിട്ടുന്ന തൈരും മോരും വെണ്ണയും നെയ്യൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള ചൂട് കാലത്തെ വരവേൽക്കുവാനായിക്കൊണ്ട് നമ്മൾ തയ്യാറെടുക്കണം.
ഇല്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ സ്വസ്ഥതക്കുറവോ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ശാരീരികപരമായും മാനസികപരമായും വരാനിരിക്കുന്നതായിട്ടൊരു വിപത്തായി കാണുന്നു, പറയുന്നു. പ്രകൃതിയാണ്, ഞാനല്ല. പ്രകൃതീശ്വരി പറയുന്നു. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ടവരും പ്രകൃതിയിൽ ഒരുപാട് കാലം പണിയെടുത്തത് കൊണ്ടും പ്രകൃതിയെ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ആയതിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളാണ് അറിയിക്കുന്നതെന്നും അറിയണം. ഞാൻ ശാസ്ത്രീയപരമായിട്ട് പഠിച്ചതല്ല, എങ്കിൽ എൻ്റെ അനുഭവ ഗുണങ്ങൾ കൊണ്ട് ഞാൻ അറിഞ്ഞതാണ്, എന്നെ പ്രകൃതി അറിയിച്ചതാണെന്നറിയണം. ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ വന്നെന്നിരിക്കാം. അതൊന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് നീ എന്ത് ഉത്തരം പറയും എന്ന് ചോദിച്ചുകൊണ്ട് വരണ്ട. നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനുള്ളതൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും എന്തിനും ഉപകരിക്കുന്നതായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. പക്ഷേ വന്നാൽ, അപ്രകാരമുള്ളൊരു സാഹചര്യം വന്നാൽ ആയതിനു വേണ്ടി തയ്യാറെടുക്കുകയും, ഇല്ലെങ്കിൽ നമുക്കെന്ത് നഷ്ടമാണുള്ളത്? ഒരുപാട് മത്സ്യവും മാംസവും തിന്ന് കൂട്ടിയിട്ടില്ലേ? ഒരുപാട് പരിപാടികളിലും സ്വന്തമായിട്ട് പരിപാടി നടത്തിയും ആഘോഷങ്ങളും നടത്തിയും ആയതിലൊക്കെ ഒരുപാട് മാംസവും മത്സ്യവും കൊടുത്തും കഴിപ്പും മറ്റുള്ളിടത്ത് പോയി നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടില്ലേ? ഇനി വരുന്നൊരു ചൂടിൻ്റെ അവസാന കാലം വരേക്കെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കൂ. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് വരെ നിങ്ങൾ അപ്രകാരം ഒരു മാനദണ്ഡം വെച്ച് പുലർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് ഗുണമേ ഉപകാരമേ ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകുന്നില്ല. അത് നിങ്ങൾക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഗുണം ചെയ്യുന്നതാണെന്നറിയണം. അപ്രകാരം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അപ്രകാരം കണ്ടുകൊണ്ട് ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടും അനുഷ്ഠിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. ദാനധർമാദികൾ ചെയ്തുകൊണ്ട് ആയ ശീലങ്ങൾ വെച്ചുകൊണ്ട് എല്ലാവരെയും സഹായിച്ചുകൊണ്ടും പരസ്പരം സ്നേഹിച്ചുകൊണ്ടും സാഹോദര്യ ബന്ധം പുലർത്തിക്കൊണ്ടും ഇപ്രകാരമുള്ളൊരു ഭക്ഷണ രീതി നമുക്ക് വേണ്ടതാകുന്നു. വരും കാലഘട്ടത്തെ പ്രതിരോധിക്കുവാനായിക്കൊണ്ട് ആഴ്ചയിലൊരു വട്ടം മത്സ്യാഹാരം, ബാക്കിയുള്ള ദിനങ്ങളിൽ ഒരു മാസത്തിൽ വരുന്ന 4 ആഴ്ച, അങ്ങനെ 4 പ്രാവശ്യം 4 ആഴ്ചകളിൽ ഓരോ ദിവസവും മത്സ്യം കഴിക്കുക. ആഹാരത്തിൻ്റെ കൂടെ മത്സ്യം കഴിക്കാതെ ഒരു ദിവസം മാംസം തിരഞ്ഞെടുക്കണം. മാസത്തിലൊരിക്കൽ മാംസം കഴിക്കുക. അപ്രകാരം ഒന്ന് മുന്നോട്ട് പോകും. നിങ്ങളിൽ പല ഗുണങ്ങളും ഒരാൾ പറയാതെ തന്നെ നിങ്ങളിൽ സ്പഷ്ടമായി തന്നെ കാണാം. അവരവരുടെ അനുഭവ ഗുണം കൊണ്ട് അപ്രകാരമുള്ളൊരവസ്ഥ വേണ്ടതാകുന്നു എന്ന് പറയുന്നു. ഈ പറയുന്ന വാക്കുകൾക്കേതും ഇതൊരു കോട്ടമെന്ന് കരുതാതെ കണ്ടതൊരു നേട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാവരും ഉൾക്കൊള്ളണം. ഇതെല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണെന്നും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചതിയോ വഞ്ചനകളോ മറ്റും ഇല്ല എന്നും പറയുന്നു. സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നുവെന്നും അറിയണം. ചൂടിനെ നമ്മൾ ഒരുപാട് ഭയപ്പെടണം. കാരണം തണുപ്പ് പോലല്ല ചൂട്. ഒരുപാട് നമ്മളെ തകർക്കും, തളർത്തും. നല്ല മഴയുണ്ടെങ്കിൽ, തണുപ്പുണ്ടെങ്കിൽ, നല്ലൊരു പുതപ്പുണ്ടെങ്കിൽ നമുക്കതിനെ ഏത് വീട്ടിലും നമുക്ക് ഉടനെ തന്നെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പോ മറ്റും ഉള്ള ഭാഗങ്ങളിൽ പോയി അല്പം തീയിട്ടുകൊണ്ട് നമുക്ക് ആ തണുപ്പിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഓരോ വീട്ടിലുമുണ്ട്. പക്ഷേ ഈ ചൂടിനെ തടയുവാനായിക്കൊണ്ടുള്ള വേണ്ട രീതിയിലുള്ള മാർഗങ്ങളില്ല എന്ന് അറിയുന്നു. ഇങ്ങനെയുള്ളൊരു ചിട്ടയും നിഷ്ഠയും നിങ്ങളുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തൂ. നിങ്ങൾക്ക് അനുഭവ ഗുണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേട്ടമുള്ളവരായി മാറും. പല രോഗങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടകലുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.
എല്ലാ രോഗങ്ങളും മാറും എന്നല്ല പറഞ്ഞു വരുന്നത്. ചില രോഗങ്ങൾക്ക് ശമനമുണ്ടാകും പ്രകാരമുള്ള രീതിയിലൂടെ മുന്നോട്ട് പോയാലും എന്നും പറയുന്നു. അപ്പോൾ കിട്ടുന്നതെല്ലാം വാങ്ങിക്കഴിച്ചും കാണുന്നതെല്ലാം വാങ്ങിക്കഴിച്ചും ഇപ്പോൾ നടക്കുന്നതിലൊന്ന് ഒരു തിരുത്തിക്കൊണ്ട് വരാനിരിക്കുന്നതായിട്ടുള്ള അപകടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, കേട്ടുകൊണ്ട് ആയതിനു വേണ്ടി പ്രവർത്തിക്കണം. ആയതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്രകാരമുള്ള വിഷയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആയതിലൂടെ നമ്മൾ അത് ശീലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഗുണം നൽകും. അത് നിങ്ങളെ ഒരുപാട് സംരക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക്, ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക് ഇപ്രകാരമുള്ളൊരു രീതി അനുഷ്ഠിച്ചാൽ സാധ്യമാകുമെന്നും പറയുന്നു. വരുന്ന ഡിസംബർ ആദ്യവാരമോ പകുതിയിലോ അവസാനമോ കാഠിന്യം വർദ്ധിക്കുന്നു. ആയതിലൂടെ രോഗം, ചൂടിൽ നിന്ന് പ്രതിഭാസങ്ങൾ മാറുമ്പോൾ ഒന്നെങ്കിൽ മഴ പെയ്യുകയോ, കഠിനമായ ചൂടനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്താൽ ആ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നു. ആയതിൽ നിന്ന് കഠിനമായിട്ടുള്ള രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയോ, ഉള്ള രോഗം ഒന്ന് മൂർധന്യച്ചുകൊണ്ട് ആ മൂർത്തിമദ്ഭാവത്തിലെത്തിക്കൊണ്ട് അത് വീണ്ടും നമ്മളെ പിന്തുടരുകയോ പിടികൂടുകയോ ചെയ്യുന്നു. ആയതിൽ നിന്നും നമുക്കൊരു മുക്തി വേണം. ആയത് പിടിപെടാതിരിക്കുവാനുള്ള നമുക്കൊരു ശക്തി വേണം. അത് തടയുവാനായിക്കൊണ്ടുള്ളൊരു കഴിവും ഒരറിവും നമുക്ക് വേണം. ആ അറിവാണിതെന്ന് അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മളെല്ലാ ജീവിത സാഹചര്യങ്ങളും ഒരു മനുഷ്യനെന്നുള്ള കർത്തവ്യബോധത്തോടു കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപാട് രക്ഷ നമുക്ക് ഉണ്ടാകുമെന്നറിയണം. മാത്രവുമല്ല, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഏതൊരു കഴിവ് കുറഞ്ഞവനാണെങ്കിലും അവരുടെ വീട്ടിൽ ഒരു റൂമിൽ കുറച്ച് സൗകര്യപ്രദമായിട്ടുള്ള ഒരു മുറിയിലെങ്കിലും ഒരു AC ഫിറ്റ് ചെയ്തുകൊള്ളൂ. കടം പിടിച്ചിട്ടോ ലോൺ എടുത്തിട്ടോ കൂടുതൽ ചൂട് തോന്നുമ്പോൾ ആ AC നമ്മളെ ഒരുപാട് സഹായിക്കും, ഗുണം ചെയ്യും. എല്ലാവരും കട്ടിലോ മറ്റോ ഉള്ള ആ റൂമിൽ നിന്നും ആ കട്ടിൽ മാറ്റി വെച്ചുകൊണ്ട് ആയതിൽ വിരിയിട്ടുകൊണ്ട് എല്ലാവരും അതിൽ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം അതിന് വേറെ തന്നെയാകും. എല്ലാ വീടുകളിലും AC വെച്ചുകൊണ്ട് കറണ്ട് ബില്ല് കൂട്ടുവാനോ, AC കച്ചവടക്കാർക്ക് ACയുടെ ബിസിനസ് കൂട്ടുവാനോ ഒന്നുമല്ല പറയുന്നത്. ഏതൊരു സാധാരണക്കാരനും ഈ AC അത്യാവശ്യമായി വരുന്ന കാലഘട്ടമാണ് വരുന്നത്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുവാനായിക്കൊണ്ട് ആയത് വെക്കണം. ഒന്ന് വെച്ചാൽ മതി ഒരു സൗകര്യമുള്ളൊരു റൂമിൽ. ആ റൂമിൽ നമുക്ക് ചൂടുള്ള സമയങ്ങളിൽ എല്ലാവരും കൂടി ചേർന്ന് കിടക്കൂ. ഒരുപാട് സ്വസ്ഥതയോടുകൂടി ഉറങ്ങുവാനായിക്കൊണ്ടത് സഹായിക്കും. പണം എത്ര ചെലവഴിച്ചാലും കിട്ടിയാലും തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങളോ അവസ്ഥകളോ കഷ്ടനഷ്ടങ്ങളോ വന്നാൽ അത് എപ്രകാരം നിങ്ങൾക്ക് പരിഹരിക്കാനാവും? ഈ പറയുന്ന രീതിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ കഷ്ടനഷ്ടങ്ങളോ വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെടാതെയോ നിങ്ങൾക്ക് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതല്ലേ വേണ്ടത്? അതല്ലേ നമുക്ക് ആഗ്രഹിക്കേണ്ടതും അതല്ലേ? ഞാൻ ഏതെങ്കിലും AC കച്ചവടക്കാരൻ്റെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ്സിനെ ശോഭിപ്പിക്കുവാനായിക്കൊണ്ടല്ല പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട പണിക്കാർക്ക് പണിയുണ്ടാവാനായിക്കൊണ്ടല്ല പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങളാണ്, അത് നമുക്ക് വേണ്ടതാകുന്നു, അത് നമ്മൾ കരുതിയിരിക്കേണ്ടതാണെന്നും കൂടിയുള്ളൊരു അറിവ് പറഞ്ഞു തരുന്നതാണ്. ആയത് മനസ്സിലാക്കിക്കൊണ്ട് ഏവരും സഹോദരന്മാരും മാതാപിതാക്കളും രക്ഷിതാക്കളും ഗുരുക്കന്മാരും ഇതറിഞ്ഞ് മുന്നോട്ട് പോകണം. വരാനിരിക്കുന്നതായിട്ടുള്ള കൊടും ചൂടിൽ നിന്നും നമുക്കൊരു സംരക്ഷണവും ആയതിൽ നിന്നൊരു സമാധാനവും ശാന്തിയും നമുക്ക് സിദ്ധിച്ചെടുക്കുവാനായിക്കൊണ്ട് ഇത്തരം ഒരു പ്രക്രിയ ചെയ്തു നോക്കൂ.
ഒരു റൂമിൽ AC വെച്ചാൽ നമുക്ക് കുട്ടികൾക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ആ ഒരു റൂമിൽ എത്ര പേർക്ക് കിടക്കാം, അതിൽ നമുക്ക് കിടക്കാം. എല്ലാവർക്കും കിടന്നുകൊണ്ട് ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് ഗുണം ചെയ്യും, ഒരുപാട് ഗുണം ചെയ്യും. ആയതിനു വേണ്ടി പറയുന്നു. വീണ്ടും അത് തന്നെ പറയുന്നു. വരുന്ന കാലം നമുക്കത്ര ഗുണപ്രദമായിട്ടുള്ളതല്ല. ഒരുപാട് ചൂടിനെ സഹിച്ചുകൊണ്ട് കഴിഞ്ഞ് ആ കാലഘട്ടത്തെ തരണം ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് എന്നറിയുന്നു. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്, പ്രകൃതിയുടെ വിക്രയങ്ങളാണ്. അതുകൊണ്ട് പറയുന്നു, നമ്മുടെ ശരീരം പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമാണ്. പ്രകൃതി എന്ത് നൽകുന്നുവോ, എന്ത് കാണിക്കുന്നുവോ, അത് രോഗമായാലും ദുരിതമായാലും ദുരന്തമായാലും ഇതെല്ലാം സ്വീകരിക്കേണ്ടതായിട്ടുള്ള അവകാശികളാണ് നമ്മൾ. പക്ഷേ ആ പ്രകൃതി തന്നെ വരുന്ന സമയത്ത് നിങ്ങളിതാ ഇങ്ങനെ ചെയ്തോളൂ, ഈ ഒരവസരത്തെ നിങ്ങൾ ഇപ്രകാരം രീതിയിലൂടെ നിങ്ങൾ കരുതിയിരിക്കൂ. ആയതിൽ നിങ്ങൾക്ക് ഒരു രക്ഷ അപ്രകാരം കിട്ടുമെന്ന് പറയുമ്പോൾ അത് കേട്ടാൽ അതനുസരിക്കുക എന്നുള്ളതാണ് കർത്തവ്യം. വീണ്ടും പറയുന്നു, അപ്രകാരമുള്ളൊരു ചൂടോ പ്രയാസങ്ങളോ വന്നില്ല എങ്കിൽ എൻ്റെ നേരെ ചീറിപ്പാഞ്ഞു വരരുത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങളുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം അപ്രകാരമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ ലക്ഷങ്ങൾ ചെലവഴിച്ചോളൂ എന്ന് പറയുന്നില്ല. ഒരു വീട്ടിൽ ഒരു പണിക്ക് പോകുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വലിയ കടങ്ങളോ ബാധ്യതകളോ ഇല്ല എങ്കിൽ ഒരു AC വാങ്ങി വയ്ക്കുവാനായിക്കൊണ്ട് അയാൾക്ക് ഇന്നത്തെ നിലവിൽ സാധിക്കും. സാധിക്കാത്തവർ അപ്രകാരം പറഞ്ഞ രീതിയിലുള്ള മറ്റു സാധിക്കും പ്രകാരമുള്ള കർത്തവ്യത്തിൽ നേരുള്ള മാർഗം തേടി അപ്രകാരം മുന്നോട്ട് പോയിക്കൊള്ളൂ. അവർക്കും സ്വസ്ഥതയുണ്ടാവും, സമാധാനമുണ്ടാവും, ശാന്തിയുണ്ടാവും. ശ്രദ്ധിക്കണം. അതാണ് പറയുന്നത്. നമ്മളുടെ പോരായ്മകളും നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളും നാട്ടിൽ അതുമായി വരുന്നതായിട്ടുള്ള അസ്വസ്ഥതകളും വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ട് നിലകൊള്ളുന്ന സന്ദർഭങ്ങളിൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ അതിഭയങ്കരമാണെന്ന് അറിയണം. പലതിലും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പല വീഡിയോകളും. അധർമ്മം നാട്ടിൽ വിളയാടുമ്പോൾ, അധർമ്മം വാഴുന്ന സന്ദർഭങ്ങളിൽ ഞാനെത്തും എന്ന് പറഞ്ഞാൽ ഞാനല്ല, പ്രകൃതി. എന്താണ് എത്തുമെന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് താങ്ങാനാകാത്തതായിട്ടുള്ള ഉരുൾപൊട്ടലുകളായിട്ടും വെള്ളപ്പൊക്കങ്ങളായിട്ടും കലക്കി വരുന്ന ആ ജലത്തിൽ, ആ കലക്കിൽ കല്ലും മണ്ണും പാറയും അടങ്ങുന്ന താഴോട്ട് ഒഴുകുന്ന താഴ്ന്ന ഭാഗത്തേക്ക് പോകുന്നതിൽ അവിടെ എന്തെല്ലാമാണോ ഉള്ളത്, വീടുകളും കൃഷിയിടങ്ങളും നശിപ്പിച്ചുകൊണ്ട് പള്ളികളോ ക്ഷേത്രങ്ങളോ ദേവാലയങ്ങളോ എന്തെല്ലാമാണോ അവിടെ ഉള്ളതെല്ലാം തകർത്തുകൊണ്ട് ആയതെല്ലാം വെള്ളത്തിലൂടെ ഒലിച്ചു പോയിക്കൊണ്ട് കലക്കിയായിക്കൊണ്ടും ഞാൻ വരുന്നു എന്ന് പ്രകൃതി പറയുന്നു, പ്രപഞ്ചം പറയുന്നു. ആയതുപോലെ തന്നെ അഗ്നിയായും ഞാൻ വരും എന്നും പറയുന്നു. എന്താ അഗ്നി? ചൂട്. കത്തുന്ന ചൂടിലുള്ള നമ്മളൊരു അടുപ്പ് കത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കലത്തിൽ വേവിക്കുന്ന ആ ഒരു അടുപ്പിൻ്റെ ഭാഗത്ത് പോയി നിന്നാൽ തൊട്ടടുത്തേക്ക് പോകാതെ തന്നെ ഉയർന്നു വരുന്ന ചൂട് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ അപ്രകാരമൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം. അത് നല്ലതാണെന്ന് അറിയിക്കുന്നു. ഏതെങ്കിലും പറയുന്നതിൽ തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പൊറുക്കണം. പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ആരെയും മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും
സുഖമുണ്ടാവട്ടെ, സ്വസ്ഥതയുണ്ടാവട്ടെ. ഏവരിലും നിലകൊള്ളുന്നുള്ള സർവ്വരോഗ ദുരിതങ്ങളെയും ദോഷങ്ങളെയും ശാപപാപങ്ങളിൽ നിന്നും ഏവർക്കും മുക്തിയും മോചനവും നൽകി രക്ഷിക്കണം. ഞാൻ ഉപാസിക്കുന്ന മഹാദേവിയോടായിക്കൊണ്ട് ജഗദീശ്വരി എന്ന പ്രാർത്ഥനയോടുകൂടി ഏവർക്കും പ്രണാമം. നമസ്കാരം.